അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സീക്വൻസ് വർക്കുള്ള ഡിസൈനർ നെറ്റ് വെച്ച് ചെയ്ത ബാക്ക് സൈഡ് ഇതുപോലെ നല്ലൊരു വള്ളിയൊക്കെ കൊടുത്തൊരു ഡിസൈനിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടെ തന്നെ ഇതിൻ്റെ ഒരു സ്കേർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സാറ്റിനും അതുപോലെ തന്നെ മെയിൻ പീസും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റിന് ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ മേലെ മെയിൻ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാറ്റിനും ലൈനിങ്ങും മെയിൻ പീസൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒന്ന് വീഡിയോ കണ്ടാൽ മതി. സാറ്റിൻ്റെ മേലെ ഈ ഒരു നെറ്റ് വെച്ച് ഇതുപോലെ ടോപ്പ് പോർഷൻ, അതായത് ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിഗാളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ബോഡിയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അടിവശം അതുപോലെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സാറ്റിനും മെയിൻ പീസും തമ്മിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സാറ്റിനുമായിട്ട് നമ്മൾ മെയിൻ പീസ് അറ്റാച്ച് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ അളവ് പ്രകാരമുള്ള സാറ്റിന് കറക്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെയിൻ പീസ് ഇതുപോലെ റിഗാളിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനകത്ത് നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൈനിങ് നമ്മുടെ ഈ ഒരു മെയിൻ പീസിനകത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ സെൻറ്ററും കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നല്ല വശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ നെക്കിൻ്റെ ഇന്നർ സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സെൻറ്റർ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്ത് ആ ഒരു ലൈനിലൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ റിഗാളിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാൻ, നേരെ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. റിഗാളിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, സൈഡ് വശം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അടിവശം നമ്മളിതുപോലെ ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിവശത്ത്. അപ്പോൾ ആ ഒരു ലൈനിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ സൈഡ് വശം അതുപോലെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, നെക്കും റിഗാളും അതുപോലെ അടിവശം മാത്രമേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു പീസിൻ്റെ നമ്മളിതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളിതുപോലെ നെക്കിൻ്റെ ഇന്നർ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഇത് മറിച്ചിടാനുള്ളതാണ്. അപ്പം മെയിൻ പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യും, നമ്മളിതുപോലെ ഇന്നർ സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റിഗാളിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ലൈനിങ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അടിവശം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു വശത്തുകൂടെ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് വശം ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല, സൈഡ് വശം ഫ്രീ ആണ്. അതുപോലെ ഷോൾഡർ നമ്മൾ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് മറിച്ചിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സൈഡ് വശത്തൂടെ എന്ത് ചെയ്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷൻ ഇതുപോലെ കുറച്ച് കയറിയിട്ട് ഒരു കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലും അതുപോലെ നെക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ റിഗാളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക, സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ സൈഡിലും അതുപോലെ റിഗാളിൻ്റെ സൈഡിലും അടിവശത്തും കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. അത് ബാക്ക് സൈഡെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കും റിഗാളും അതുപോലെ തന്നെ അടിവശത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഏകദേശം റെഡി ആയിട്ട് ഇനി നമുക്ക് ബാക്ക് പീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നേരെ ചെയ്തപ്പോൾ തന്നെ സാറ്റിനും ഇതുപോലെ മെയിൻ പീസും വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ സാറ്റിൻ്റെ അളവ് പ്രകാരം തന്നെ നമ്മൾ മെയിൻ പീസ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമ്മൾ ബാക്ക് സൈഡിലൊരു വള്ളി കൊടുക്കുന്ന ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ലൈനിൻ്റെ രണ്ട് സൈഡിലും ഒരു ചവിട്ട് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് നമുക്ക് രണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷൻ നമ്മൾ രണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നെക്കിൻ്റെ പോർഷൻ ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിഗാളിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ റിഗാളിൻ്റെ ഭാഗം നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവ് പ്രകാരം നമുക്ക് ഈ ഒരു മെയിൻ പീസും സാറ്റിനും എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മളിവിടെ നെക്കും റിഗാളും മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കി പോർഷനെല്ലാം നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അത് ഇതുപോലെ ഷേപ്പ് കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ബാക്ക് പീസ് ഒരു പീസ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സൈഡും അതുപോലെ അടിവശവും ഫ്രീ ആണ്. ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ആകെ നെക്കും അതുപോലെ റിഗാളും മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഇതുപോലെ ഓരോ ലൂപ്സ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ 2 പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ലൂപ്സ് വെക്കാനുള്ള മെഷർമെൻറ്റ് ഇതുപോലെ 2 പീസിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ അടിവശം നമ്മൾ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ അടിവശം കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് ലൂപ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിതുപോലെ ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ ലൂപ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിതുപോലെ തുണി 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വള്ളി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ലൂപ്സാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറേ ലൂപ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതായത് ലൂപ്സിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു അളവിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറേ ലൂപ്സ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് സ്റ്റിച്ച് ചെയ്തതിനനുസരിച്ച് അടുത്തടുത്തത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എൻഡിലൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ വരാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിതുപോലെ മെഷർമെൻറ്റ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൂപ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, ഇതുപോലെ സെൻറ്ററിലൊരു വള്ളിയിടാനുള്ള ഭാഗത്തിനാക്കിയിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മളിതുപോലെ ലൂപ്സ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഷോൾഡർ ഇപ്പോൾ ഫ്രീ ആണ്, ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതുപോലെ അടിവശം സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം ബാക്ക് വശത്തിൻ്റെ അകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് സൈഡിൻ്റെ ഷോൾഡറിൻ്റെ ഉണ്ടോ ഇതുപോലെ കയറ്റി കൊടുക്കുക. അതായത് രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, ഇതുപോലെ കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുത്ത ശേഷമാണ് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ 2 ഷോൾഡർ നമ്മളിതുപോലെ ഒരു കൈക്കകത്തൂടെ ഫ്രണ്ടിനെ പീസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കണ്ടോ, നമ്മളെ ബാക്ക് സൈഡ് ഫ്രണ്ട് പീസുമായിട്ട് ഒരു പീസ്, ബാക്കിലൊരു പീസ് നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൂപ്സ് എല്ലാം കറക്റ്റായിട്ടൊന്ന് വെളിയിലോട്ട് കാണുന്ന രീതിയിലാക്കിയെടുത്താൽ ഉണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പീസ് കൂടെ നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പീസ് വരുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ലൈനിങ്ങിൻ്റെ ഉള്ളിലൂടെ ഫ്രണ്ട് പീസ് ഇട്ടിട്ട് ഇതുപോലെ ഷോൾഡർ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൂപ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മെയിൻ പീസായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലൂപ്സ് വെച്ച് ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മേലോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഷോൾഡറിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ല വശത്തിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം.
അപ്പം നല്ല വശത്തിട്ട് ഒരു ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക, ആ ഒരു സൈഡിലൂടെ വന്നിട്ട് ഇതുപോലെ നെക്കിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. അതിനുശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിഗാളിൻ്റെ ഭാഗത്തൂടെ എന്ത് ചെയ്യുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നേരെ പുറത്തോട്ടേക്ക് എടുത്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ കറക്റ്റ് ചെയ്ത ശേഷം നമുക്ക് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, നേരെ നെക്കിലൂടെ ചെയ്തിട്ട് ഷോൾഡർ വരെ ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്തിട്ട് റിഗാളിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മൾ 2 സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ടൊന്ന് അറ്റാച്ച് ചെയ്യണം, ബോഡിൻ്റെ സൈഡൊന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സൈഡ് ഭാഗമാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് വള്ളി കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ബാക്ക് സൈഡിൽ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു ബാക്ക് പോർഷൻ കിട്ടും കേട്ടോ. അതായത് നമ്മൾ മെഷർമെൻ്റെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മെഷർമെൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നല്ല വശം ഇതുപോലെ തിരിച്ചിടുക. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു തയ്യൽ തമ്പ് ഉള്ളിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, നല്ല മെയിൻ വശം ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വെച്ചതിന് ശേഷം എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ ഇതുപോലെ എൻഡിലൂടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല വശത്തൂടെ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സീക്വൻസ് കൊണ്ട് കുത്തുകളും ബാക്കി ഇറിറ്റേഷനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്ക് സൈഡ് മറിച്ചിട്ടിട്ട് നമ്മുടെ അളവ് പ്രകാരമുള്ള കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം വരച്ച ലൈനിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം ആ ഒരു സ്റ്റിച്ചിനകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ബോഡിക്ക് യാതൊരു ഇറിറ്റേഷനും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഫിനിഷായിട്ട് നമുക്ക് അതിൻ്റെ ഇൻസൈഡ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് കൂടെ ആ ഒരു സൈഡിലൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റിച്ച് നിൽക്കുന്നതാണ്. പെട്ടെന്ന് ഊരി പോരാത്ത രീതിയിൽ നമ്മളൊരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉള്ളിലൂടെ എന്ത് ചെയ്യാം, അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൂടാതെ ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് വാഷ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മളെ ഫ്രണ്ട് വാഷ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കേർവ്ഡ് ആയിട്ടുള്ള പോർഷനിൽ എന്ത് ചെയ്യാം, ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ 1 സൈഡ് ഫൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 സൈഡ് ഫൂട്ടിട്ട ശേഷം എൻഡിലൂടെ ഇതുപോലെ ലേസ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഡബിൾ സൈഡ് ഫൂട്ട് മാറ്റി 1 സൈഡ് ഫൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു കയറി നിൽക്കുന്ന ഭാഗം, ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന ഭാഗത്ത് ഇതുപോലെ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആ ഒരു വള്ളി കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലൂപ്പ് ടേണർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വള്ളി കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മളെ ക്രോപ്പ് ടോപ്പിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ ഇത്രയും ടൈം അധികം വന്നതുകൊണ്ട് സ്കേർട്ടിൻ്റെ ഭാഷ അടുത്ത ദിവസം കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.